ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കഥ சொல்லட்டுமா? 2018 നടന്ന ഒരു ഹൊറർ സ്റ്റോറി. ഹൊറർ എന്നൊക്കെ പറയും, പക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ പേടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഫസ്റ്റ് ഒരു പ്ലാൻ ചെയ്തു, പക്ഷെ പേടി കാരണം ഇത് പറയുമ്പോൾ പോലും എനിക്കൊരു നെഞ്ചിരിപ്പാണേ. അത്രയ്ക്ക് പേടി എൻ്റെ മനസ്സിൽ ഇതുവരെ മാറിയിട്ടില്ല. 2018 എൻ്റെ കല്യാണം. അപ്പം ആ പ്രളയം ഉണ്ടല്ലോ, പ്രളയ സമയത്തായിരുന്നു കല്യാണം നടന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞു. നവംബറിൽ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലേക്ക് പോന്നു. പിന്നെ തൊട്ട് അടുത്ത ഡിസംബറിൽ തന്നെ ഞാനും ഒരു ഡിസംബർ 20 ഞാൻ സൗദിയിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹൊറർ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന പ്രേത അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മറക്കാൻ പറ്റാത്ത ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2018 ഞാൻ ഒരു വ്യാഴാഴ്ചയാണ്, 20 വ്യാഴാഴ്ച ഞാനിവിടെ എത്തിയത്. അപ്പം ഞാൻ എത്തി. അന്ന് ക്ഷീണം കൊണ്ട് നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ. ഉറങ്ങി പിറ്റേ ദിവസം വെള്ളിയാഴ്ച എൻ്റെ ഹസ്ബൻഡിന് ലീവാണ്, അവധി ദിവസമാണ്. അപ്പം അവധി ആയതുകൊണ്ട് തന്നെ അന്നാൾ രാവിലെ ഒരു 4:30 എണീറ്റു. അപ്പം ആൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കും. അപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ആൾ പോയി. ഞാൻ റൂമിൻ്റെ അല്ല, മെയിൻ ഡോർ പോയി ലോക്ക് ചെയ്തു. റൂമിൽ വന്നു, വീട്ടിലേക്ക് വിളിച്ചു. അമ്മയോട് ഒത്തിരി നേരം സംസാരിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായിരുന്നു അന്ന്, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസം. അപ്പം വീട്ടിൽ വിളിച്ചു, അമ്മയോട് സംസാരിച്ചു, നേരെ കിടന്നു. കണ്ണുകൾ അടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്കൊരു, അതും ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട് പോലെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആദ്യമായിട്ടാണ് ലൈഫിൽ. പണ്ടിങ്ങനെ ഹൊറർ സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. പണ്ട് എൻജിനീയറിങ്ങിന് ഞാൻ തിരുനെൽവേലിയിലായിരുന്നു പഠിച്ചത്, PSN കോളേജ്. അപ്പം അവിടെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ഫൈനൽ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഹോസ്റ്റലിൽ ആരൊക്കെയോ എന്തൊക്കെയോ കണ്ടു, പേടിച്ചു, ആരുടെയൊക്കെയോ റൂം ലോക്കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടു. അവിടെ പൂജയൊക്കെ നടത്തി. അന്ന് എനിക്കിതുപോലൊരു സംഭവം അനുഭവം ഉണ്ടായി. കറണ്ട് പോയി റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ IT ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ IT കാർക്കായിരിക്കും ഏറ്റവും ലാസ്റ്റ് എക്സാം തരിക. അപ്പം കറണ്ട് പോയ സമയത്ത് പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ എന്തോ, കറണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു നീറ്റിൽ കഴുത്തിൽ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ആദ്യപാട്. അപ്പം അന്ന് ആ ഹോസ്റ്റലിൻ്റെ അവിടെ ആസിഡ് പൂച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഈച്ച പോലൊരു സാധനമുണ്ട്. അത് വന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അത് അവിടെ അത്രയും ഭാഗം ഇങ്ങനെ ആസിഡ് വീണ് പൊള്ളിയതുപോലെ ഇരിക്കും. അത് അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു അനുഭവമായിരിക്കും. അപ്പോൾ അന്ന് ഈ അനുഭവമൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഹൊറർ സ്റ്റോറിയൊക്കെ എക്സാം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടി എസ്കേപ്പ് ആയേനെ. എന്തായാലും അത്രയ്ക്ക് കാര്യമാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ 2018 ഞാൻ റിയലായിട്ട് ഇത് ഫേസ് ചെയ്യുന്നത്. അങ്ങനെ കാട് കയറി പോകുന്നില്ല, ഈ കഥയിലേക്ക് വരാം. അപ്പം രാവിലെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു, കിടന്നു. ഒന്ന് കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. കണ്ണടച്ചു, പെട്ടെന്ന് ആരും എൻ്റെ അടുത്ത് വന്ന് ഒരു ഫീലുണ്ട്. പക്ഷെ ശബ്ദം കുറഞ്ഞു, കട്ടിലിൻ്റെ കുലുക്കം നിന്നു, അടുത്ത് കിടക്കുന്ന ഫീൽ പെട്ടെന്ന് പോയി. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് പെട്ടെന്ന് തന്നെ ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി. ആരുമില്ല. എൻ്റെ തോന്നലായിരിക്കാം,
എന്നാലും ആ പേടി ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നതാണല്ലോ. ഞാൻ ഫോൺ എടുത്തു, വേഗം റൂമിന് വെളിയിലിറങ്ങി. റൂമിന് വെളിയിൽ മാത്രമല്ല, ഞാൻ ഓടിപ്പോയി മെയിൻ ഡോർ തുറന്ന് വെളിയിലിറങ്ങി. ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു. മനു വേഗം വാ. എന്ത് പറ്റി? ഇല്ല നീ വേഗം വാ, വന്നിട്ട് പറയാം, നീ വന്നേ പറ്റൂ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ആൾ ഓടി പിടിച്ച് കളിക്കുന്നിടത്തുനിന്ന് ഓടി വന്ന് റൂമിൽ വന്നു. റൂമൊക്കെ നോക്കി, ആരുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ പേടി. അപ്പം ഓക്കെ, ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നിൻ്റെ അച്ഛനെ ഓർത്ത് കിടന്നത് കൊണ്ട് നിനക്ക് തോന്നിയതാകാം, നീ ചാച്ചനെ ഓർത്ത് കിടന്നത് കൊണ്ട് തോന്നിയതാകാം എന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ ഞാൻ ചാച്ചനെ ഓർത്ത്, പക്ഷെ ഞാൻ ചാച്ചനെ ഓർക്കാത്ത ദിവസമില്ല, ഇന്നും ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കാറുണ്ട്. അപ്പം എനിക്കെന്നും ഇത് തോന്നണ്ടേ? അത് വിട്ട് അന്ന് രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊരു 12 മണി സമയത്താണ് ആൾ വരുന്നത്. അപ്പം ഞങ്ങൾ കല്യാണത്തിന് കണ്ടിട്ടില്ല, ഞങ്ങളുടെ കല്യാണത്തിന് ആൾ നാട്ടിലില്ലായിരുന്നു. അപ്പം അവൻ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പം വെള്ളിയാഴ്ചയിൽ അവർക്ക് ലീവുള്ള, ശനിയാഴ്ച അവൻ അങ്ങനെയായിരുന്നു. അപ്പം അവൻ വരുന്നു. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഉറങ്ങിക്കോ, അവൻ വന്നിട്ട് ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്തിരുന്ന് മൂവി കാണുന്നു, ഞാൻ കട്ടിലേക്ക് കിടക്കുന്നു. പെട്ടെന്ന് മനു എന്നെ വിളിച്ചു, എടീ നീ എണ്ണീറ്റേ. എന്താ? എടീ നീ പറഞ്ഞ ശബ്ദമില്ലേ, ഞാനും കേട്ടു. എനിക്ക് പേടി കൂടി. പക്ഷേ ഞാൻ പേടി കൂടിയാൽ എനിക്കറിയാം, ഞാൻ പിന്നെ ഈ നാട്ടിലേ നിൽക്കില്ല, ഞാൻ ഓടുമെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നിയത് മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന്. പിന്നെ ഞാനും ആ നെഗറ്റീവ് എനർജിയും തമ്മിൽ ആ റൂമിലൊരു യുദ്ധം തന്നെയാണ് നടന്നിരുന്നത്. പിന്നെ ആ പേടിച്ച് വേറെ റൂം കിട്ടാനില്ലായിരുന്നു, താഴോട്ട് നമുക്ക് വേറെ അപ്പാർട്ട്മെൻറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ആ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നൊരു 3 മാസത്തോളം. അവിടെ 2 BHK ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ഈ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ റൂം ക്ലോസ് ചെയ്തിട്ട്, ഈ റൂം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഈ റൂം ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര വിശാലമായൊരു വലിയ ബെഡ്റൂമായിരുന്നു. ഞാൻ റൂം ക്ലോസ് ചെയ്തു. ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോയി. അപ്പം മനു പോയി നേരെ ഞാൻ അപ്പുറത്തെ റൂമിൽ പോകുമ്പോൾ തന്നെ ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് ആ റൂമിൽ കയറി കതകടയ്ക്കും, കുറ്റിയിട്ട് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ഇറങ്ങാറുള്ളൂ. പക്ഷേ കുറ്റിയിട്ട് ഈ വെളുപ്പിൻ മനൂര് എനിക്കൊന്ന് 5:30 ആ സമയത്തൊക്കെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയിരുന്നെന്ന് തോന്നുന്നു. അപ്പം മനു പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടക്കും. അപ്പം കിടക്കുമ്പം ഒന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒന്നുകിൽ കിച്ചണിലെ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേൾക്കാം. അപ്പം പേടിയായിരിക്കുമല്ലോ. പിന്നെ ഷീറ്റ് പിടിച്ച് താഴോട്ട് വലിക്കുന്ന ഫീൽ തോന്നും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീടൊരു അനുഭവം ഉണ്ടായത്, കുളിക്കാൻ കയറി. ഞാൻ ലോക്ക് ചെയ്ത ഡോറ്, പക്ഷേ ഞാൻ ലോക്ക് ചെയ്ത ഡോറ് ട്രെന്ന് ഇറങ്ങി സൗണ്ടിലൂടെ തന്നെ തുറന്നു വന്നു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉള്ളപ്പോൾ എനിക്ക് കുളിക്കാൻ കയറാനായി പേടിയായിരുന്നു. അങ്ങനെ എനിക്ക് കൂട്ടായിട്ട് സിയ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നു. സിയ മനുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ്, സിമി ചേച്ചിൻ്റെ മോൾ. അപ്പം സിമി ചേച്ചി സിയനെ എനിക്ക് കൂട്ടുവിടുമായിരുന്നു റൂമിലേക്ക്. അപ്പോൾ സിയ കൊച്ചുകുട്ടിയാണ്. സിയ ഞാനും കൂടി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കും, ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൽ മൂവി കാണും, കാർട്ടൂൺ കാണും, അങ്ങനെ ടൈം പോകും. അപ്പം സിയ വന്നിരുന്നു. ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, ഹാളിൽ ഇരുന്ന് നമുക്ക് സിനിമ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലാപ്പൊക്കെ എടുത്ത് എന്തോ ബുക്കിൽ എന്തോ ഗെയിം കളിക്കുമോ എന്തോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അപ്പം അന്നത്തെ ദിവസം ഒരു ഹാളിലേക്ക് ഇരിക്കാൻ തുടങ്ങി. അന്ന് ഹാളിൽ ഇരുന്ന സമയത്ത് 2 BHK ആയതുകൊണ്ട് തന്നെ 2 ബാത്റൂം അങ്ങനെയായിരുന്നു. ഈ ലിവിങ് റൂമിൻ്റെ അവിടെ ഒരു ബാത്റൂമുണ്ട്, അതൊരു ഇരുട്ട് പോലെയാണ്. ആ ബാത്റൂമിനോട് ചേർന്നൊരു പാസേജ്, അവിടെ ഒരു വാഷ് ബേസിനും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര ഇരുട്ടാണ്, അവിടെ ലൈറ്റും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, ഭയങ്കര ഇരുട്ടാണ്. അപ്പം പെട്ടെന്ന് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദം വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു. എൻ്റെ കൂടെയുള്ള സിയ പേടിച്ചു. സിയായിരുന്നു എൻ്റെ ധൈര്യം ആ റൂമിലിരിക്കാനുള്ളത്. സിയ പേടിച്ചപ്പോൾ എനിക്കും പേടിയായി. പെട്ടെന്ന് ഞങ്ങൾ സിമി ചേച്ചിനെ വിളിച്ച്, ചേച്ചി വേഗം ഒന്ന് റൂമിലേക്ക് വരുമോ, റൂമിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞ് ചേച്ചി ഓടി. അപ്പം തന്നെ വന്നു ചേച്ചി ചേച്ചിയോടൊക്കെ നോക്കി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി മനു വരുന്നിടം വരെ അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ മേലെ നടക്കാൻ പോകും. ഏകദേശം ഫുഡ് അത് സിയ വരും, ഞങ്ങൾ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ മേലെ പോയി നടക്കും. മേലെ പോയി നടന്ന് അങ്ങനെ ടൈം അങ്ങ് കളയും. അങ്ങനെ ഒരു 3 മാസം ഞാൻ ഈ നെഗറ്റീവ് എനർജി ആയിട്ടൊന്ന്
ഫൈറ്റ് ചെയ്ത് ഞാൻ തോറ്റു. ഞാൻ ആ റൂമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട്. പിന്നീട് നെഗറ്റീവ് എനർജിക്ക് എന്ത് സംഭവിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല. ഓൾറെഡി ആ റൂം അടച്ചിട്ടിരിക്കുമായിരുന്നു. എനിക്കൊന്നും അത് അടങ്ങി കിടന്ന റൂമായിരുന്നു. അത് വേറെ റൂം കിട്ടാനില്ല എന്നത് കൊണ്ടാണ് നമ്മൾ 2 പേർക്ക് വേണ്ടിയിട്ട് ആ 2 BHK എടുത്തത്. വേറെ റൂം കിട്ടാനും ഇല്ലായിരുന്നു. ആ റൂമിൽ ഓൾറെഡി നേരത്തെ താമസിച്ചവരുടെ എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടായിരുന്നു. മീൻസ് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, ഗ്രില്ല് ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മനു അതൊന്നും കളയാതെടുത്ത് എല്ലാം മേലെ എടുത്ത് വെച്ചിരുന്നു, ഷെൽഫിൻ്റെ മേലെ എടുത്ത് വെച്ച്. അതിരിക്കട്ടെ, അവർ വരുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മേലെ തന്നെ വെച്ചിരുന്നു. അവരുടെ സാധനങ്ങളൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഹൊറർ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.